ശിശിരം. രചനാ അവതരണം മിത്രവിന്ദ. നകുലൻ മനഃപൂർവ്വം അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ടാണ് പോസ് ചെയ്തത്. അമ്മുവിന് ശരിക്കും ദേഷ്യം വന്നു. അവനിട്ടൊന്ന് കൊടുക്കാനായിരുന്നു അവക്കപ്പ തോന്നിയേ. യദുവും മീനാക്ഷിയും ഒരുമിച്ചായിരുന്നു നടപ്പൊക്കെ. ഇടയ്ക്കൊക്കെ മീനാക്ഷി വല്ലാത്ത ഭാവത്തിൽ അമ്മുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളൊട്ട് കണ്ടതുമില്ല. ബന്ധുമിത്രാദികളോടൊക്കെ കുശലം പറഞ്ഞുകൊണ്ട് പാറിപ്പറന്ന് നടക്കുകയാണ് അമ്മു. എല്ലാവരെയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ആ ഒരു സന്തോഷം അവളുടെ മുഖത്ത് പ്രകടമാണ്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയായിരുന്നു കിച്ചനും ശ്രുതിയും പുറപ്പെടേണ്ട സമയം. അമ്മമാരൊക്കെ നേരത്തെ പോയി. എങ്കിലും പിള്ളേര് സെറ്റ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ വരാമെന്ന് പറഞ്ഞു നിന്നു. പ്രിയയും ശ്രീജയും ചേർന്ന് ശ്രുതിക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കാറിൽ വെച്ചു. ശ്രുതിയെ സെറ്റ് പുടവ ഉടുപ്പിക്കുന്ന ധൃതിയിലായിരുന്നു അമ്മു. എല്ലാം കഴിഞ്ഞ് 2 മണിക്ക് ശേഷം ശ്രുതി നിറമിഴികളോടെ കിച്ചന്റെ ഒപ്പം യാത്രയായി. ശ്രീജയുടെ കുഞ്ഞിനെയായിട്ട് പ്രിയ ചെന്ന് കിച്ചന്റെ ഒപ്പം കല്യാണ വണ്ടിയിൽ കയറി. അയ്യോ, പ്രിയയുടെ കയ്യിലാണല്ലോ വാവ. 1 മിനിറ്റ്, ഞാൻ കുട്ടിയെ മേടിക്കട്ടെ അമ്മു. ഉറക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജ കാറിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കുഞ്ഞാണെങ്കിൽ ശ്രുതിയുടെ മടിയിലിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും വഴക്കൊന്നും ഇല്ല ശ്രീചേച്ചി, ഇവിടെ ഇരുന്നോളും, പ്രിയ അവളെ നോക്കി പറഞ്ഞു. ഈടയ്ക്കൊക്കെ വിശക്കും, പാല് കുടിക്കാനെങ്ങാനും കരഞ്ഞാലോടാ. എന്നാ പിന്നെ ചേച്ചി ഇതിലോട്ട് കയറിക്കോ, കരയുവാണ് ചേച്ചിയുടെ കൈ തരാം. ശ്രുതിയും കൂടി ആവശ്യപ്പെട്ടപ്പോൾ ശ്രീജ തിരിഞ്ഞ് അമ്മുനെ ഒന്ന് നോക്കി. അവൾ ഒറ്റയ്ക്കാണല്ലോ, ഞാൻ നകുലിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പ്രിയ ബാഗ് തുറന്ന് ഫോൺ എടുത്തു. നകുല, നീ എവിടാണ്? എന്നാ പിന്നെ ഈ എൻട്രൻസിന്റെ അടുത്തേക്ക് വാ. അമ്മൂട്ടനെ നിന്റെ വണ്ടി കയറ്റിക്കോ. ഞാൻ ഇവരുടെ ഒപ്പം പോരാമെന്നോർത്താ. കുഞ്ഞാണെങ്കിൽ ശ്രുതിയുടെ കയ്യിലാ. ശ്രീജ പറയുന്ന കേട്ടുകൊണ്ട് ഇരുന്ന കിച്ചന് അത് കേട്ടതും ഒരു ബുദ്ധിമുട്ട് തോന്നി. അവളെ അവന്റെ ഒപ്പം ഒറ്റയ്ക്ക്. പ്രിയേ, അമ്മ ഒറ്റയ്ക്കാവില്ലേടി. ശ്രീജ അവളുടെ കൂടെ വരട്ടെ, അതല്ലേ നല്ലത്. അതാണ് കിച്ചു ഞാനും പറഞ്ഞേ. അമ്മുന്റെ കൂടെ ഞാനും പോന്നോളാം. പ്രിയ കുഞ്ഞിനെ മേടിക്കാൻ തുടങ്ങിയതും അവൾ ശ്രുതിയുടെ അടുത്തു നിന്നും പറിച്ചെറിഞ്ഞ പോകില്ല. അത്രയ്ക്ക് നിലവിളിയായിരുന്നു. അപ്പോഴേക്കും ചെക്കനും പെണ്ണിനും ഇറങ്ങേണ്ട സമയമായി എന്ന് ആരൊക്കെയോ പറഞ്ഞ് ബഹളം കൂട്ടി. ഒടുവിൽ യാതൊരു ഗത്യന്തരവുമില്ലാതെ ശ്രീജ അവരുടെ ഒപ്പം കയറി. മനോജായിരുന്നു വണ്ടി ഓടിച്ചത്. പ്രിയ അവന്റെ കൂടെ ഇരുന്നു. പിന്നിലായി കിച്ചനും ശ്രുതിയും ശ്രീജയും. ശോ, അമ്മ ഒറ്റയ്ക്ക്, അവള് പിണങ്ങൂലോ, കഷ്ടായി. അത് സാരമില്ല ശ്രീചേച്ചി, മറ്റാരും അല്ലല്ലോ, നകുലിന്റെ കൂടെയല്ലേ. പിന്നെ ഇവിടുന്ന് 1/2 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങടെത്തും. മനോജ് മുഖം തിരിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡി, നീ കയറുന്നില്ലേ? നകുലം വന്ന് വണ്ടി നിർത്തിയ ശേഷം അമ്മുനെ ഒന്ന് കനപ്പിച്ചു നോക്കി. ശ്രീചേച്ചി എവിടെ? കണ്ടില്ലല്ലോ, ഞാൻ വിളിച്ചിട്ട് വരാം. നടന്നു നീങ്ങാൻ തുടങ്ങിയവളെ നകുലം തടഞ്ഞു. അവള് കിച്ചന്റെ ഒപ്പം കയറി. നിന്നെ കൂട്ടാൻ ഇപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞതാ. അത് കേട്ടതും അമ്മുവിന് ശരിക്കും സങ്കടായി. കയ്യിലാണെങ്കിൽ മൊബൈലുമില്ല, കാശുമില്ല. ഇനി ഒറ്റയ്ക്ക് ഇവന്റെ ഒപ്പം പോണമല്ലോ ഓർത്തപ്പോ അവക്ക് നെഞ്ച് നീറിപ്പിടഞ്ഞു. ബൈക്കിൽ 2 വണ്ടി വന്ന് ഹോൺ മുഴക്കിയപ്പോൾ അമ്മു പെട്ടെന്ന് കയറിയിരുന്നത് മുൻവശത്തെ സീറ്റിലായിരുന്നു. അവൻ കുടിച്ചിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിലെ അമ്മുവിന് മനസ്സിലായി. വല്ലാത്ത നാറ്റമായിരുന്നു. ഇനി എന്നാണോ ഇതുപോലെ നമ്മുടെ കല്യാണം, അല്ലേ അമ്മൂസേ? അത് വെച്ച് താമസിപ്പിക്കാതെ അങ്ങോട്ട് നടത്തിയാലോ? അതാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത. വണ്ടി പ്രധാന റോഡിലേക്ക് കടന്നതും നകുലൻ അമ്മുനെ നോക്കി ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു. നകുലേട്ടാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. നമ്മൾ ഒരിക്കലും ചേരില്ല, ഞാനതിന് സമ്മതിക്കുകയില്ല. ഒരു നിമിഷം ആലോചിച്ച ശേഷം അമ്മു അവനോട് മെല്ലെ പറഞ്ഞു. നീ സമ്മതിക്കും, നിന്നെ ഞാൻ കെട്ടുകയും ചെയ്യും. അതിന് യാതൊരു മാറ്റവും ഇല്ലടി കൊച്ചേ.
നകുലേട്ടാ പ്ലീസ്, എൻ്റെ മനസ്സിൽ നിങ്ങളൊക്കെ കൂടപ്പിറപ്പുകൾ മാത്രമാണ്. അതെന്നും അങ്ങനെ ഉണ്ടാവൂ. അതുകൊണ്ട് ദയവേത് ഇത്തരത്തിൽ സംസാരിക്കല്ലേ. അവളുടെ ശബ്ദം ദയനീയമായി. എൻ്റെ മനസ്സിൽ എന്നാൽ അങ്ങനെ അല്ല മോളെ. നീ എൻ്റെ മുറപ്പെണ്ണാ. അപ്പോൾ എനിക്ക് അധികാരവും അവകാശവും ഉണ്ട് നിന്നെ കല്യാണം കഴിക്കാന്. അതുകൊണ്ട് തൽക്കാലം ഇമ്മാതിരി ഡയലോഗ് ഒന്നും അടിച്ച് സഹതാപം മേടിച്ചെടുക്കാൻ നോക്കണ്ട മുത്തേ. മയത്തിൽ ഒരുപാട് സംസാരിച്ചു നോക്കിയെങ്കിലും ഒരു രക്ഷയുമില്ലെന്ന് കണ്ടതും പിന്നീട് അമ്മുവിന്റെ ശബ്ദം മാറി. ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്നെ താലി ചാർത്തിയെന്നിരിക്കട്ടെ, എനിക്ക് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് വെറുപ്പും അറുപ്പുമാണ് നിങ്ങളോട്. നിങ്ങളെപ്പോലെ ഒരു ആഭാസന് വേണ്ടി ജീവിതം കളഞ്ഞു കുളിക്കാൻ ഞാൻ ഒരിക്കലും ഒരുക്കമല്ല. എനിക്ക് എൻ്റെതായ സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. അതൊക്കെ സാധിപ്പിച്ചെടുക്കാനും എനിക്ക് കഴിയും. അല്ലാതെ നിങ്ങളുടെ കൂടെ കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. വായിൽ വന്നതെല്ലാം അവൾ വിളിച്ചു കൂവിയെങ്കിലും അതെല്ലാം കേട്ട് അവനൊരു ചിരിയോടെ ഇരുന്നു. പക്ഷെ താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു നകുലൻ അപ്പോഴും. അമ്മു, സോറി മോളെ. ഈ കുഞ്ഞാണെങ്കിൽ ശ്രുതിയെ കണ്ടപ്പോ അവിടെ കൈ കയറി. ഞാൻ വിളിച്ചു നോക്കിയിട്ട് ഒന്നും വന്നില്ല. അതാണാ. സോറി, പിണങ്ങല്ലേ. നകുലം കൊണ്ടുവന്ന് വണ്ടി നിർത്തിയപ്പോൾ അമ്മു ഇറങ്ങി വന്നു. അത് കണ്ടതും ശ്രീജ ഓടിപ്പിടിച്ച് അവളുടെ അടുത്തേക്ക് വന്നതാണ്. അതൊന്നും സാരല്ലേ ചേച്ചി, എനിക്ക് പിണക്കൊന്നുമില്ല. എന്നിട്ട് വാവ എവിടെ? അമ്മു അവളുടെ കൈയും പിടിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിൽ കയറി. വിളക്കും താലവും ഒക്കെ ആയിട്ട് പുതുപ്പെണ്ണിനെ സ്വീകരിക്കുവാൻ എല്ലാരും കാത്തു നിൽപ്പുണ്ട്. അവരുടെ ഒപ്പം അമ്മുവും കൂടി. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തോടെയാണ് അമ്മു സതിയും താഴേക്ക് പോയത്. അതിനു മുന്നേ നകുലനും ശ്രീജയും ഒക്കെ പോയിരുന്നു. അടുത്ത ദിവസം യദുവിന്റെ കല്യാണവും ഇതുപോലെ ആഘോഷമാക്കിക്കൊണ്ട് തുള്ളിച്ചാടി നടന്ന അമ്മു സ്വപ്നത്തിൽ പോലും കരുതിയില്ല തന്റെ ജീവിതം കീഴ്മേൽ മറിയാൻ പോകുവാണെന്ന്. യദുവിന്റെയും കിച്ചന്റെയും കല്യാണശേഷം അമ്മു പതിവ് പോലെ കാലത്തെ തന്നെ മേടയിൽ തറവാട്ടിലേക്ക് പോയി. അവൾ അതിലൂടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്തു നടക്കുന്നതും കിച്ചനോടും യദുവിനോടുമുള്ള സ്നേഹവും താല്പര്യവും ഒക്കെ കണ്ടപ്പോൾ മീനാക്ഷിക്ക് അത് അത്ര പിടിച്ചില്ല. അമ്മു അതൊന്നും സത്യത്തിൽ അത്ര കാര്യമാക്കിയില്ല. എന്നാൽ ശ്രുതിയുമായിട്ട് അവൾ പെട്ടെന്ന് തന്നെ അടുത്തു. അമ്മു വരുന്ന സമയത്തൊക്കെ മീനാക്ഷി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. എന്നിട്ട് മുറിയിലേക്ക് പോകും. കിച്ചനും ശ്രുതിയും അമ്മുവായിട്ട് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് ഉമ്മർത്തിരിക്കുമ്പോൾ മീനാക്ഷി അകത്തെ മുറിയിൽ കതകടച്ച് കുറ്റിയിട്ട ശേഷം ഇരിക്കുകയാണ് ചെയ്തത്. യദു പിന്നെ നേരത്തെ ഇതുപോലെയുള്ള തമാശകളൊക്കെ പറയുമ്പോൾ അവരുടെ അടുത്തേക്കൊന്നും വരില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ആർക്കും തോന്നിയതുമില്ല. കല്യാണം കഴിഞ്ഞ് 3-ാം നാൾ പ്രിയയും അമ്മുവും ശ്രുതിയും ചേർന്ന് വൈകുന്നേരം കട്ടൻ ചായയും പഴംപൊരിയും ഒക്കെ കുടിച്ച് ഉമ്മർത്തിരിക്കുകയാണ്. അപ്പോഴാണ് യദു കയറി വന്നത്. കല്യാണം കഴിഞ്ഞപ്പോ ഇത്തിരി ജാട കൂടി അല്ലേ ചേട്ടാ? യദുവിനെ കണ്ട് വെറുതെ തമാശയ്ക്ക് ചോദിച്ചതാണ് അമ്മു. അത് കേട്ടുകൊണ്ടുവന്ന മീനാക്ഷി ഏറ്റുപിടിച്ചു. അവൾ അവിടെ കിടന്ന് ആകെ ബഹളമായി. അമ്മു പെട്ടെന്ന് വല്ലാണ്ടായിപ്പോയി. അമ്മു, നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് കേട്ടോ. മീനാക്ഷിയുടെ സംസാരം കേട്ട് അമ്മു പകച്ചു നിന്നു. ഞാൻ വന്ന് കേറിയപ്പോ മുതൽ ശ്രദ്ധിക്കുന്നതാ അമ്മുവിന്റെ ഈ ഓവർ സ്മാർട്ട്നെസ്. എന്തിനും ഏതിനും കയറി മറുപടി പറയും. വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ മിടുക്കിയാണല്ലേ. അതൊന്നും ഇനി നടക്കില്ലമ്മോ, പ്രത്യേകിച്ച് യദുവേട്ടന്റെ കാര്യത്തിൽ. അതിന് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഞാനുണ്ടിവിടെ. നിന്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്നതല്ലേ, നിനക്ക് അവിടേക്ക് ഇറങ്ങിപ്പോയിക്കൂടെ? ഏതു നേരം ഇവിടെ ഇങ്ങനെ കടിച്ചു നിൽക്കാനാണോ നിന്റെ ഭാവം? മീനാക്ഷി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു കോവിയെങ്കിലും ആരും തിരിച്ച് അവളെ ഒന്ന് ശാസിക്ക പോലും ചെയ്തില്ല. കാരണം ഇത്രയ്ക്കിത്ര ദിവസമായതല്ലേ ഉള്ളൂ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അത് അവളെ ബാധിക്കുമോ എന്ന് എല്ലാവരും ഭയന്നു. മീനാക്ഷി, തനിക്ക് ഇത്രയ്ക്ക് പറയാൻ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഒടുവിൽ യദുവിന്റെ ശബ്ദമുയർന്നു. ഏട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ പാവം ആയകൊണ്ടാ. അതാണ് ഇവളുടെ ഈ അഹങ്കാരത്തിന്റെ പ്രധാന കാരണം.
യാതൊരു അടക്കവും ഒതുക്കവുമില്ലാതെ വളർത്തിയേക്കുന്നു. അവൾ അത്രയും പറഞ്ഞപ്പോൾ അമ്മു ഇറങ്ങി വെളിയിലേക്ക് പോയിരുന്നു. കവളിലൂടെ അരിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് പാവം വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. അമ്മൂട്ടാ, ഈ പോക്കൊക്കെ ഒന്ന് കുറിച്ചോ. അവിടെ പെൺകുട്ടികൾ രണ്ടാ വന്നിരിക്കുന്നേ. നിന്റെ ഈ അധികാരമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇറങ്ങാൻ നേരം അമ്മ അവളെ ഓർമ്മിപ്പിച്ച വാക്കുകൾ. ഓ പിന്നെ, എന്ന് വെച്ചാ ഞാൻ പോയി അധികാരം കാണിക്കാൻ മാത്രം അവിടെ എന്താണിപ്പോ ഉള്ളേ? ഒന്ന് പോയേ അമ്മേ, വെറുതെ എഴുതാപ്പുറം വായിക്കാതെ. അമ്മയോട് വഴക്കുണ്ടാക്കിയാണ് താനിന്ന് മേടയിൽ വീട്ടിലേക്ക് കയറിപ്പോയത്. അത് ഇത്രമാത്രം വേദന തന്നിലേക്ക് മടക്കിത്തരാനാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പാടവരമ്പത്തൂടെ നടന്നു ചെല്ലുമ്പോൾ ഉമ്മർത്ത് നിൽക്കുന്ന ശ്രീചേച്ചിയെ കണ്ടു. അരികിൽ നിൽക്കുന്നവനെ കണ്ടതും അവളുടെ മുഖമൊന്നിരുണ്ടു. നകുലിനെ ഒന്ന് അടിമുടി നോക്കിയ ശേഷം അവൾ വേഗത്തിൽ അവരുടെ അടുത്തേക്കെത്തി. ചേച്ചി, ആ മോളെ അവിടെ എല്ലാരും ഉണ്ടോടി? ഊവ്, അമ്മായി മാത്രം കഷായോ മറ്റോ മേടിക്കാൻ കവലയ്ക്ക് പോയതാ. ബാക്കി എല്ലാരും അവിടെ ഉണ്ട്. ചേച്ചി എപ്പോ വന്നേ? ഞാൻ വന്നിട്ടൊരു 5 മിനിറ്റ് ആയേ ഉള്ളൂ. ആട്ടെ, ആ കുട്ടികളൊക്കെ നിന്നോട് സംസാരിച്ചോ മോളെ? കുഴപ്പമില്ല ചേച്ചി, അവരൊക്കെ പാവങ്ങളാ. നമ്മളോടൊക്കെ നല്ല കമ്പനി കൂടാൻ പറ്റിയവരാ. അതാണ് വേണ്ടത് അല്ലേ അപ്പച്ചി? ശ്രീജ പറഞ്ഞതും സതി തല കുലുക്കി കാണിച്ചു. മോളെ അമ്മോ, ഇവർക്ക് രണ്ടാൾക്കും ഊണ് വിളമ്പ്. ഉള്ള കറിയൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ മോനെ. ഒന്നും എടുക്കണ്ട അപ്പച്ചി, ഞങ്ങള് കാലത്തെ കാപ്പിയൊക്കെ കഴിച്ചത് കുറച്ച് താമസിച്ചായിരുന്നു. ഞാൻ മറ്റന്നാൾ പോകും. അതിനു മുന്നേ എല്ലാവരെയും ഒന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് ചോറെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അമ്മു അടുക്കളയിലേക്ക് ചെന്ന് 2 പ്ലേറ്റ് കഴുകിയെടുത്തു. പരിപ്പും തക്കാളിയും ചേർത്ത് ഒരു ഒഴിച്ചുകറിയും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും അയല വറുത്തതുമായിരുന്നു കറികൾ. പിന്നെ നല്ല കടുമാങ്ങ അച്ചാറുമുണ്ട്. അമ്മു പെട്ടെന്ന് 2 പപ്പടം കൂടി വറുത്തു. എന്നിട്ട് അതെല്ലാം എടുത്ത് മേശമേൽ നിരത്തി. സതി ചെന്നിട്ട് നകുലിനെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് രണ്ടാൾക്കും ചോറ് വിളമ്പിക്കൊടുത്തു. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രിയയും കിച്ചനും കൂടി അവിടേക്ക് കയറി വന്നത്. മോളെ അമ്മു, മീനാക്ഷി പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട. ഒരു വാലും തലയില്ലാത്ത പ്രകൃതമാ അവിടെ. നീ പോയ ശേഷം യദു അവളെ ആവശ്യത്തിന് ശകാരിച്ചിട്ടുണ്ട്. പ്രിയ പറയുന്ന കേട്ട് എല്ലാവരും അന്തിച്ചവളെ നോക്കി. സാരല്ലേ ചേച്ചി, ഞാനതൊന്നും അത്ര കാര്യമാക്കി എടുത്തില്ല. പറയുമ്പോൾ അമ്മുവിന്റെ വാക്കുകൾ ഇടറിയത് നകുലൻ ശ്രദ്ധിച്ചു. എന്താ മക്കളെ, എന്താടി പ്രശ്നം? മീനാക്ഷി എന്തോ പറഞ്ഞു നടി? സതിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ലേശം പോലും ഇഷ്ടപ്പെട്ടില്ല അവളുടെ പ്രകൃതമൊന്നും. പിന്നെ എൻ്റെ അനിയന്റെ ഭാര്യയായിപ്പോയി. അതുകൊണ്ടാ ഞാനൊന്നും പറയാതെ നിന്നേ. അമ്മു, നിനക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. ഒരിക്കലും ആ വാതിൽ അടയില്ല കേട്ടോ. മീനാക്ഷി എന്നല്ല, അവിടെ തന്ത വന്നു പറഞ്ഞാൽ പോലും ഇതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. കിച്ചൻ രോഷാകുലനായി. അമ്മു മുഖം കുനിച്ച് നിന്നതല്ലാതെ ഒരക്ഷരം പോലും ആരോടും ഉരിയാടിയില്ല. നകുലനാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലിരുന്ന് ആസ്വദിച്ചൂണ് കഴിക്കുന്നുണ്ട്. സംഭവിച്ച കാര്യങ്ങളൊക്കെ ശ്രീജയോടും സതിയോടും കിച്ചനായിരുന്നു പറഞ്ഞു കേൾപ്പിച്ചത്. ഒക്കെ കേട്ടപ്പോൾ സതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മു പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ഊണ് കഴിച്ചെഴുന്നേറ്റ് ശ്രീജ പ്രിയയോടൊപ്പം ഇളംതെണ്ണയിൽ ഇരിക്കുകയാണ്. കിച്ചനും സതിയും അവിടെ നിപ്പുണ്ട്. അടുക്കളപ്പുറത്ത് കൈ കഴുകിയ ശേഷം നകുലനകത്തേക്ക് വീണ്ടും കയറി വന്നപ്പോൾ അമ്മു തന്റെ മുറിയിലെ ജനാലയുടെ കമ്പിയിൽ പിടിച്ച് വെളിയിലേക്ക് നോക്കി നിൽപ്പുണ്ട്. അവൻ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ ഇടുപ്പിൽ നന്നായി ഒന്ന് പിച്ചി. അമ്മേ, ഉറക്കം നിലവിളിച്ചുകൊണ്ട് അവൾ തിരിയാൻ തുടങ്ങിയതും അവൻ അവളുടെ വായ മൂടി. അവന്റെ നെഞ്ചിൽ തട്ടി പെണ്ണ് സ്റ്റക്കായി നിന്നുപോയി. ഇനി മേലിൽ നീ ഈ വീട്ടിൽ നിന്ന് മേടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ നകുലൻ ആരാണെന്നറിയും കെട്ടൊടി പുല്ല്. അവളുടെ കാതോരം മുഖം അടുപ്പിച്ചു പറഞ്ഞ ശേഷം പിടിച്ച് പിന്നിലേക്ക് തള്ളിയിട്ട് നകുലൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടരും.
ശിശിരം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യണേ.